Hello myG and myGയുടെ വേറൊരു റേഞ്ച് അൺബോക്സിംഗ് വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഞാനിന്ന് വളരെയധികം എക്സൈറ്റഡ് ആണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ദി ഓൾ ന്യൂ Realme Narzo 30 5G സ്മാർട്ട് ഫോണാണ്. എനിക്കെപ്പോഴും റിയൽമിയുടെ ഈ നാർസോ ലൈൻ ഓഫ് പ്രോഡക്ട്സിനോട് ഒരു പ്രത്യേക ഇഷ്ടമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഓരോ നാർസോ ഡിവൈസ് പുതിയതായിട്ട് വരുമ്പോഴും അതിൽ എന്തെങ്കിലുമൊക്കെ പുതിയ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ടാകും എന്നുള്ളതാണ്. ആൻഡ് ദ സെയിം ഗോസ് ഫോർ ദ ന്യൂ Realme Narzo 30. സോ ഇത് നമ്മുടെ നാർസോ സീരീസിലെ സെക്കൻഡ് 5G ഇനേബിൾഡ് സ്മാർട്ട് ഫോൺ ആണ്. ആൻഡ് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതിൽ ദ മോസ്റ്റ് അഫോർഡബിൾ 5G സ്മാർട്ട് ഫോൺ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, നമ്മൾ ഒട്ടും സമയം കളയുന്നില്ല, നമ്മൾ നേരെ കടക്കുന്നു ഇതിൻ്റെ അൺബോക്സിങ്ങിലേക്ക്. യെസ്, അപ്പോൾ ബോക്സിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ കാണാം ഫീൽ ദ പവർ എന്നെഴുതിയിട്ടുണ്ട്. താഴെ നാർസോ ബൈ റിയൽമി എന്നൊരു ബാഡ്ജിങ് കൊടുത്തേക്കുന്ന ഒരു സംഭവം, ഒരു കേസാണ്. അത് നമുക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് എന്താ വരുന്നതെന്ന് വെച്ചാൽ ഒരു കേസാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു ക്വിക്ക് ഗൈഡ് മാനുവൽ പോലെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കേസ് നമുക്ക് എങ്ങനെയുണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു കേസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് ബോക്സിനുള്ളിൽ ഉള്ളത് നമ്മളുടെ ഡിവൈസ് തന്നെയാണ്. അത് നമുക്ക് പതുക്കെ പുറത്തേക്ക് എടുക്കാം. റേസിംഗ് സിൽവർ ആൻഡ് റേസിംഗ് ബ്ലൂ എന്ന രണ്ട് കളേഴ്സിലാണ് നമുക്ക് ഈ ഡിവൈസ് വരുന്നത്. ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് റേസിംഗ് സിൽവർ എന്ന് പറഞ്ഞ കളറാണ്. ഇപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, വളരെ പ്രീമിയം ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഈ ബാക്കിൽ ഈ കൊടുത്തിരിക്കുന്ന ഈ ഒരു ടെക്സ്ചറും മൊത്തത്തിൽ ആ സിൽവർ കളർ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. നമുക്ക് ഈ ഒരു സ്റ്റിക്കറും കൂടി ഒന്ന് മാറ്റാം. വാവ്, would you just look at that. അപ്പോൾ നമുക്ക് എന്തായാലും ഡിവൈസ് മാറ്റി വെച്ചിട്ട് ബാക്കി എന്തൊക്കെയാണ് ബോക്സിൽ വരുന്നതെന്ന് നോക്കാം. പിന്നെ നമുക്ക് ബോക്സിൽ കാണാൻ സാധിക്കുന്നത് ഒരു പവർ ബ്രിക്ക് ആണ്. ഇതൊരു 18 വാട്ട് ഫാസ്റ്റ് ചാർജറാണ് വരുന്നത്. പിന്നെ ആകെ ബാക്കിയുള്ളത് ഇതിൻ്റെ ഒരു ചാർജിങ് കേബിളാണ്. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് ബോക്സിൽ വരുന്നത്. അപ്പോൾ നമുക്കെല്ലാം ഒന്ന് നീക്കി വെച്ചിട്ട് നമ്മുടെ ഡിവൈസ് ഒന്ന് പവർ അപ്പ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളുടെ ഡിവൈസ് ഫസ്റ്റ് ടൈം ഒന്ന് പവർ ഓൺ ചെയ്യുകയാണ്. യെസ്, റിയൽമി പവർഡ് ബൈ ആൻഡ്രോയിഡ് എന്നെഴുതി കാണിച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നമ്മളുടെ ഡിവൈസ് ഇവിടെ സെറ്റപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ പറയാനുള്ളത് ഇതിൻ്റെ മനോഹരമായ ഡിസ്പ്ലേയെ കുറിച്ചാണ്. ഇതൊരു 6.5 ഇഞ്ച് LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. 90.5% ആണ് ഇതിൻ്റെ സ്ക്രീൻ ടു ബോഡി റേഷ്യോ. അതുകൂടാതെ ഒരു 90 ഹെർട്സ് റിഫ്രഷ് റേറ്റും 180 ഹെർട്സ് ടച്ച് സാമ്പിളിംഗ് റേറ്റും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സിൽക്കി സ്മൂത്ത് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ നമുക്ക് തരുന്നത്. 180 ഹെർട്സ് ടച്ച് സാമ്പിളിംഗ് റേറ്റ് ഉള്ളത് കൊണ്ട് തന്നെ വളരെ റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു സ്ക്രീനാണ്. നമ്മൾ സ്ലൈറ്റ് ആയിട്ട് ടച്ച് ചെയ്യുമ്പോൾ തന്നെ വളരെ നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്ന ഒരു ഡിസ്പ്ലേ ആണിത്. ഇനി ഇതിൻ്റെ പ്രൊസസ്സറിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മീഡിയാടെക്കിൻ്റെ ഡിമെൻസിറ്റി 700 5G ചിപ്സെറ്റ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് നമുക്കറിയാം, ഒരു പെർഫോമൻസ് ബീസ്റ്റ് ആയിട്ടുള്ള ഒരു ചിപ്സെറ്റ് ആണ്. ഇപ്പോൾ മൾട്ടി ടാസ്കിങ് ആയിക്കോട്ടെ, ഹൈ ഇൻറ്റൻസിറ്റി ഗെയിമിംഗ് ആയിക്കോട്ടെ, ഡേ ടു ഡേ ടാസ്കുകൾ ആയിക്കോട്ടെ, എന്താണെന്നുണ്ടെങ്കിലും വളരെ സ്മൂത്ത് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ ഈ പ്രൊസസ്സറിന് സാധിക്കും. അതുപോലെ തന്നെ വളരെ പ്രീമിയം ആയിട്ടുള്ള ഒരു 5G എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഈ ഒരു ഡിവൈസിൽ കാണാൻ സാധിക്കും. നെക്സ്റ്റ് ജനറേഷൻ നെറ്റ്വർക്ക് സ്പീഡ്സ് നിങ്ങൾക്ക് ഇതിൽ എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇതിലൊരു സ്മാർട്ട് 5G ഫീച്ചർ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഇത് 4Gയിൽ നിന്ന് 5Gയിലേക്കും അവിടെ നിന്ന് തിരിച്ചും എഫക്റ്റീവ് ആയിട്ട് സ്വിച്ച് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അത് ഓൾമോസ്റ്റ് ഒരു 30% പവർ കൺസംഷൻ കുറയ്ക്കുന്നുണ്ട്, വിച്ച് റിസൾട്ട്സ് ഇൻ വെരി ഗുഡ് ബാറ്ററി ലൈഫ്. ഹൗ അമേസിംഗ് ഇസ് ദാറ്റ്. ആൻഡ് ഇതിൻ്റെ റാം ആൻഡ് സ്റ്റോറേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6GB റാം ആൻഡ് 128GB ഓഫ് സ്റ്റോറേജിലാണ് ഇത് വരുന്നത്. കൂടാതെ നിങ്ങൾക്ക് മെമ്മറി കാർഡ് ഇടാനായിട്ട് ഒരു ട്രിപ്പിൾ കാർഡ് സ്ലോട്ടോട് കൂടിയാണ് വരുന്നത്. അടുത്തതായി നമ്മൾ ഇതിന്റെ ക്യാമറയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് ബാക്കിൽ വരുന്നത്. 48 മെഗാ പിക്സൽസിന്റെ മെയിൻ സെൻസറും അതുകൂടാതെ 2 മെഗാ പിക്സൽസിന്റെ മാക്രോ ലെൻസും 2 മെഗാ പിക്സൽസിന്റെ പോർട്രേറ്റ് ലെൻസും. പിന്നെ ഫ്രണ്ടിൽ ഒരു പഞ്ച് ഹോൾ ഡിസൈനിലാണ് ഇതിന്റെ ഫ്രണ്ട് ക്യാമറ വരുന്നത്. അത് ഒരു 16 മെഗാ പിക്സൽസിന്റെ ഫ്രണ്ട് ക്യാമറയാണ്. ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ തന്നെയുള്ള ഒരു ക്യാമറ പെർഫോമൻസ് ആണ് നമ്മൾക്ക് ഈ ഡിവൈസിൽ നിന്ന് കിട്ടുന്നത്. ഞാൻ എടുത്തു നോക്കിയ സാമ്പിൾ ഷോട്ടുകളെല്ലാം തന്നെ വളരെ ഷാർപ്പായിട്ടും വളരെ മികച്ച ഒരു വൈബ്രന്റ് കളേഴ്സോട് കൂടിയാണ് വന്നിട്ടുള്ളത്.
പിന്നെ വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഫുൾ HD 30 ഫ്രെയിംസ് ആണ് മാക്സിമം വീഡിയോ എടുക്കാൻ പറ്റുന്ന ക്വാളിറ്റി. അതോടൊപ്പം തന്നെ നമ്മൾക്ക് ഒരു അൾട്രാ സ്റ്റഡി മോഡും അവൈലബിൾ ആണ്. അതിലൂടെ നമ്മൾക്ക് ഒട്ടും ഷേക്ക് ഇല്ലാതെ തന്നെ വളരെ സ്മൂത്ത് ആയിട്ടുള്ള വിഷ്വൽസ് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഇതിൻ്റെ ഫിംഗർ പ്രിന്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സൈഡിൽ പവർ ബട്ടൻ്റെ അവിടെ തന്നെയാണ് ഫിംഗർ പ്രിന്റ് സെൻസർ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വളരെ ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഫിംഗർ പ്രിന്റ് സ്കാനറാണ്. നിങ്ങൾക്ക് കാണാം, ജസ്റ്റ് കൈ വെച്ചാൽ മതി, ഇൻ എ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് തന്നെ അത് അൺലോക്ക് ആവുന്നുണ്ട്. നോ പ്രോബ്ലം അറ്റ് ഓൾ. പിന്നെ ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നോക്കുകയാണെന്നുണ്ടെങ്കിൽ Android 11 ആണ് വരുന്നത്. ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് Realme UI വേർഷൻ 2.0 ഔട്ട് ഓഫ് ദ ബോക്സ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അത് വളരെ മികച്ച ഒരു കാര്യം തന്നെയാണ്. ഇനി ഫൈനലി ഇതിനെ എല്ലാം പവർ ചെയ്യാനായിട്ട് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് 5000 mAh ഒരു മാസീവ് ബാറ്ററിയാണ്, വിച്ച് വർക്ക്സ് റിയലി വെൽ. ആൻഡ് അതോടൊപ്പം ഉൾപ്പെടുത്തിയിരിക്കുന്ന ചാർജർ എന്ന് പറയുന്നത് നമ്മൾ അൺബോക്സ് ചെയ്തപ്പോൾ കണ്ട പോലെ ഒരു 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ അതായിരുന്നു നമ്മളുടെ Realme Narzo 30 5G സ്മാർട്ട് ഫോണിൻ്റെ അൺബോക്സിംഗ് ആൻഡ് ഒരു ക്വിക്ക് ഫസ്റ്റ് ഇംപ്രഷൻസ് വീഡിയോ. നിങ്ങൾ എന്തായാലും ഇപ്പോൾ തന്നെ നിയറസ്റ്റ് myG സ്റ്റോറിലേക്ക് ചെല്ലുക. നേരിട്ട് തന്നെ ഈ ഒരു ഡിവൈസ് നിങ്ങൾക്ക് കണ്ട് ഒരു ഇൻഹാൻഡ് ഫീൽ എല്ലാം എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് അവിടെ സാധിക്കും. എന്തായാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വളരെ മികച്ച ഒരു 5G സ്മാർട്ട് ഫോൺ തന്നെയാണ് Realme Narzo 30 5G എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ ഈ ഒരു ഡിവൈസ് പർച്ചേസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് EMI ഓപ്ഷൻസും myGയിൽ അവൈലബിൾ ആണ്. ആൻഡ് അറ്റ് എനി ടൈം ഓൺലൈനായിട്ട് myGയുടെ ഏത് പ്രോഡക്ട്സും ഷോപ്പ് ചെയ്യാനായിട്ട് ലോഗ് ഓൺ ടു www.myg.in. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. myGയുടെ ഈ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ആൻഡ് ഓൾസോ ഡോണ്ട് ഫോർഗെറ്റ് ടു എനേബിൾ ദാറ്റ് ബെൽ ഐക്കൺ. അപ്പോൾ നമ്മൾ എപ്പോഴെല്ലാം പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നു അപ്പോഴെല്ലാം നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് അത് വരികയും ചെയ്യും. അപ്പോൾ എന്തായാലും നമ്മൾക്കിനി myGയുടെ അടുത്ത വേറൊരു റേഞ്ച് വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. Until then, thank you so much for watching. My name is Karthik Krishnan. I'll see you in the next one. myG, my generation digital hub.